പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മലയാള മണ്ണിൽ മലീമസമായ ഒരു മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചാണ്. ഞാനിങ്ങനെ സംസാരിക്കുമ്പം തന്നെ അത് ആരെക്കുറിച്ചായിരിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരിക്കും. ആ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുമെങ്കിൽ ആ വ്യക്തി മാധ്യമരംഗത്ത് കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഈ മലീമസമായ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റാരുമല്ല, ഡോക്ടർ അരുൺകുമാറാണ്. ഡോക്ടർ അരുൺകുമാറിനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ചിദാനന്ദപുരി സ്വാമിയെയും രവിചന്ദ്രനെയും അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഡിബേറ്റ് വിഷയത്തിലായിരുന്നു. ഒരു 3 മണിക്കൂർ നീണ്ട ഡിബേറ്റ് വിഷയത്തിലാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, അദ്ദേഹത്തിനകത്ത് ഇടയ്ക്കിടന്ന് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വാമി ചിദാനന്ദപുരി അതിമനോഹരമായി സംസാരിച്ച് അടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ രണ്ടായാലും അന്നാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാനിങ്ങോട്ട് പലപ്പോഴായിട്ട് ഈ അരുൺകുമാറിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തൊക്കെ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഈ നാടിന് ഏറ്റവും ദോഷകരമാകത്തക്ക സംസ്കാരത്തിനും സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനും കുടുംബ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിനും ദോഷകരമായിട്ടുള്ള ആശയങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്ന ഒരു വിഷജന്തു കഴിഞ്ഞ ദിവസം ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും സഖാവ് VS അച്യുതാനന്ദനെയും തമ്മിൽ, അത് അവരുടെ മരണശേഷം നടന്ന യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം, ഒരല്പം ബോധം ഇയാളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇയാൾക്ക് ഈ ബോധം തീരെ ഇല്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് വന്നിരുന്നതും ഇയാളുടെ വിവരക്കേടിൻ്റെ ഫലമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു വേടനുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ വേടന് പറഞ്ഞ കാര്യം. സത്യത്തിൽ അത് അബദ്ധമായിരുന്നു, വേടനെ പറ്റിയ ഒരു നാക്കുപിഴയായിരുന്നു. ഞാൻ പോലും എതിർത്തത് അതിനാണ്. പല ആൾക്കാരും ഞാൻ വേടനെ ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും വേടനെ ആക്ഷേപിച്ചിട്ടില്ല. പകരം ഞാൻ പറഞ്ഞത് വേടൻ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ അത് ശരിയല്ല എന്നായിരുന്നു ഞാനും പറഞ്ഞത്. പിന്നീട് പലരും വളച്ചൊടിച്ച് പലതും പറഞ്ഞിരുന്നെങ്കിലും അത് കേട്ടുകൊണ്ടിരുന്ന് അംഗീകരിച്ച ഈ പരമവിഡ്ഢി ദളിത് സമൂഹത്തിനെ ഒന്നടങ്കം ആക്ഷേപിച്ചു. വേടനെ പറ്റിയൊരു അബദ്ധമായിരിക്കും, അത് തിരുത്തുന്നതിന് പകരം അത് കേട്ട് കറക്റ്റ് എന്ന് പറഞ്ഞ് അംഗീകരിച്ച ഒരു പരമവിഡ്ഢിയായ ഈ അരുൺകുമാറാണ് യഥാർത്ഥത്തിൽ വേടനെ കൂടി പൊതുസമൂഹത്തിൽ അപമാനിപ്പിച്ചത്. അല്ലെങ്കിൽ അതേസമയം തന്നെ തിരുത്തണമായിരുന്നു. ദളിത് സമൂഹം ജനിക്കുന്ന DNA മൂലമല്ല എന്ന് വേടൻ അറിയാതെ പറഞ്ഞൊരു കാര്യം. അപ്പോൾ അതിനെ ഇരുന്ന് അനുകൂലിക്കുകയും പിന്നീട് തനിക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്താലും ഒന്ന് ഭയപ്പെട്ട് ആ വീഡിയോ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു, ആ ഒരു ഏരിയ നീക്കം ചെയ്യുകയും ചെയ്തു. അതുപോലെ പലപ്പോഴായി പല അബദ്ധങ്ങളും പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കത്തക്ക രീതിയിൽ പിന്നെ ഇയാളുടെ വാർത്താ അവതരണം, വൈകാരികതയെ വിറ്റ് കാശാക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ. സമൂഹത്തിൽ ജനങ്ങളുടെ വൈകാരിക തലത്തെ ബാധിക്കുന്ന ഏതൊരു മാറ്റർ വന്നിട്ടുണ്ടോ, അത് കൊറോണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കൊറോണ സമയത്ത് 24 ചാനലിലായിരുന്നു തോന്നുന്നു കൊറോണ സമയത്ത് ഇയാൾ. ആ സമയത്ത് ഇയാൾ റിപ്പോർട്ടിങ് നിങ്ങൾ കേൾക്കണം. കൊറോണ വന്ന് ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിൽ കഴിയുന്ന ഏതൊരു മനുഷ്യനും ആ സമയത്ത് ഈ അരുൺകുമാറിൻ്റെ റിപ്പോർട്ട് കേട്ടാൽ ആ നിമിഷം അറ്റാക്ക് വന്ന് ചാവും. അത്രയും ഭയപ്പെടുത്തുന്ന രീതിയിൽ ജനത്തെ ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ശരിതെറ്റുകൾ ബോധ്യപ്പെടുത്തി മനുഷ്യന് ആശ്വാസവും സമാധാനവും നൽകുന്നതിന് പകരം ഏതൊരു വിഷയത്തെയും വൈകാരികമാക്കി അങ്ങേ തലയ്ക്കൽ കൊണ്ടുപോയി ആ മനുഷ്യൻ്റെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട മാധ്യമയോളി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരുത്തൻ. പിന്നീട് നമ്മുടെ അർജുൻ മരണപ്പെട്ട ശേഷവും ഈ അർജുൻ്റെ മരണത്തെയും ഇതുപോലെ വൈകാരികത ആളിക്കത്തിച്ച് ജനമനസ്സുകൾക്കിടയിൽ TRP കൂട്ടി കാശുണ്ടാക്കി മുതലാളിക്ക് കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു മാധ്യമയോളി. ഈ മാധ്യമയോളിയുടെ ഈ വിവരക്കേടുകളും വായിൽ നിന്ന് വരുന്ന വിവരക്കേടുകളും അദ്ദേഹത്തിൻ്റെ ആ ചിന്തകളിൽ നിന്ന് വരുന്ന വിവരക്കേടുകളും ഈ കേരള സമൂഹത്തിൽ നിരവധി തവണ നമ്മൾ കണ്ടും കേട്ടും കഴിഞ്ഞു. പിന്നീട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ നടന്ന കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് കറാച്ചി തുറമുഖം ആക്രമിച്ചു. അന്ന് രാത്രിയിൽ ഇവരുടെ ഒരു ആഘോഷം കാണണമായിരുന്നു. ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. ഒരു ഭാഗത്ത് മാനവികതയും മനുഷ്യത്വം ഓതുന്ന ഇതേ ആൾക്കാർ തന്നെ അന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഉണ്ടാവുമെന്നും അത് കാണാൻ ഇന്ത്യ പാകിസ്ഥാനെ അടിക്കുന്നത് കാണാനും കേൾക്കാനും വലിയൊരു ജനത ഉണ്ടാകുമെന്നും തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ചെയ്യാത്ത കാര്യങ്ങൾ കൂടി വിളിച്ചോതിക്കൊണ്ട് അനാവശ്യമായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് അന്നും ഇതേപോലെ രാജ്യത്തിൻ്റെ ദേശീയതയെ പരമാവധി ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തിയ ഒരു വൃത്തികെട്ട മാധ്യമപ്രവർത്തകൻ, ഒരു മാധ്യമയോളി. ഈ മാധ്യമയോളി ഇപ്പോൾ നടത്തിയേക്കുന്ന ഈ പരാമർശം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിനെയും സഖാവ് VS അച്യുതാനന്ദൻ്റെയും മരണശേഷമുള്ള താരതമ്യപ്പെടുത്തലാണ്. 2 പേരും കേരളം കണ്ട മികച്ച വ്യക്തിത്വങ്ങളായിരുന്നു. ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ അത്യുന്നത സ്ഥാനങ്ങളിൽ തന്നെ കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. അതേപോലെ തന്നെ
ഉമ്മൻചാണ്ടി സാറും. അദ്ദേഹത്തെ കോൺഗ്രസ് എന്ന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാത്രം വെച്ച് കെട്ടാൻ പറ്റാത്ത ഒരു പാർട്ടിക്കപ്പുറം തൻ്റെ വ്യക്തി സ്വാധീനം വലിയ രീതിയിൽ വളർത്തിയ ഒരു നേതാവ്. എനിക്ക് ഏറ്റവും ആരാധനയുള്ള രാഷ്ട്രീയ നേതാവെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാർ എന്ന രീതിയിൽ ഈ രണ്ടുപേരെയും എടുത്ത് താരതമ്യം ചെയ്താൽ സഖാവ് VSനേക്കാളും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. തീരുമാനങ്ങൾ എടുക്കുന്നതിലും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലും ആശയങ്ങൾ കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും ക്രാന്തദാർശനികത കൊണ്ടും ഏത് രീതിയിലും കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള മികച്ച മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. പക്ഷേ അത്രയേറെ ക്രാന്തദർശനികതയോ കാര്യങ്ങളോ ഒന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് ആശയം പിന്തുടരുന്നതുകൊണ്ടും വികസനപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആദർശം VSൻ്റെ ആദർശം മുൻനിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതുകൊണ്ട് VS പല കാര്യങ്ങളിലും എതിർത്തിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ നാഷണൽ ഹൈവേ 30 മീറ്ററാക്കി ചുരുക്കണം എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു സഖാവ് VS. അപ്പം ഞാനീ പറഞ്ഞത് അത് പക്ഷേ അന്ന് പിണറായി വിജയൻ സഖാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ 45 ആക്കണമെന്ന് പറഞ്ഞവരാണ്. അപ്പോൾ ദീർഘവീക്ഷണം കുറവായിരുന്നു VSന്. പക്ഷേ അദ്ദേഹം അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. ജനങ്ങളെ മനസ്സിലാക്കിയ നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും മനസ്സിലാക്കിയ നേതാവായിരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ മൂല്യം ഒരുപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച നേതാവായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് കേരള ജനതയെ ഒന്നാകെ കണ്ടു. രാഷ്ട്രീയ ഭേദമില്ലാതെ അദ്ദേഹം കണ്ടു. ആർക്കും ചെന്ന് കണ്ട് കാര്യം പറയാവുന്ന ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറി. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ആർക്കും നേരിൽ പോയി കണ്ട് സംസാരിക്കാൻ പറ്റുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രി. വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിട്ടൊരു മുഖ്യമന്ത്രി. ഇത്രയേറെ ആക്രമിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കുടുംബത്തെപ്പോലും ആക്ഷേപിച്ചപ്പോഴും ചിരിച്ചുകൊണ്ട് ഇതിനെയെല്ലാം നേരിട്ടൊരു മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനെ അത്രയേറെ വിഷമിപ്പിച്ച് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം അദ്ദേഹത്തിന് അസുഖം വരികയും അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആർത്തിരമ്പി. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം നിങ്ങൾക്കറിയാം. ഒരു പാർട്ടി പരിപാടി നടത്തിയാൽ തന്നെ പാർട്ടിക്കാരെ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ മരണശേഷം ഈ ഒഴുകിയെത്തിയ ജനങ്ങൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൽ വന്നതല്ല. പക്ഷേ CPMനെ സംബന്ധിച്ച് സംഘടനാപരമായിട്ട് അതിശക്തമായ വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ഏറ്റവും ഉയർന്നൊരു നേതാവ് മരണപ്പെട്ടാൽ സംഘടനാ സംവിധാനം മാത്രം മതി ജനലക്ഷങ്ങൾ അവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് താരതമ്യം ചെയ്യാൻ പോയാൽ ഞാൻ താരതമ്യം ഒരിക്കലും ചെയ്യില്ല. കാര്യം ഞാൻ ഈ മാധ്യമയോളി ആയിട്ട് നമ്മളെ താരതമ്യപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇത്തരം താരതമ്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. ഇനി താരതമ്യം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണശേഷമായിരുന്നു ഒരു പക്ഷേ എല്ലാ കൂട്ടത്തിൽ നിന്നും ഒരു ഒഴുക്കുണ്ടായിരുന്നത്. ഇനി സഖാവിൻ്റെ കാര്യത്തിൽ അത് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രായം ഇത്ര ആവുകയും എന്ന് തിരിച്ചറിയുകയും അദ്ദേഹം കുറേ കാലമായി തന്നെ രോഗബാധിതനായിട്ട് പ്രായാധിക്യം കൊണ്ട് മരണത്തിനോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞതൊക്കെ കൊണ്ടാണ്. അതാണ് വ്യത്യാസം, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടി സാറ് നമുക്ക് കുറച്ചുകൂടെ അപ്രതീക്ഷിതമായിട്ട് വിട്ടുപോയി. സാറ് പൂർണ്ണ ആരോഗ്യവാനായിരുന്നൊരു സമയത്ത് നിന്ന് പെട്ടെന്ന് രോഗബാധിതനായി അധികം താമസിയാതെ നമ്മുടെ അടുത്ത് വിട്ടുപോയത് കൊണ്ടാണ് കുറച്ചും കൂടെ സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷം ജനങ്ങൾ, അദ്ദേഹത്തിലൂടെ രക്ഷപ്പെട്ട ജനങ്ങൾ, അദ്ദേഹത്തിലൂടെ ജീവിതം തിരിച്ചു കിട്ടിയ ജനങ്ങൾ, അവരൊക്കെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നെങ്കിൽ, അദ്ദേഹത്തെ ദൈവമായി കാണുന്നെങ്കിൽ ഈ അരുൺകുമാറിന് എന്താണ് പ്രശ്നം? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് അപമാനമായി ഇങ്ങനെ തുടരുത്. നിങ്ങൾ വല്ല യൂട്യൂബ് ചാനലും തുടങ്ങുക. നിങ്ങളും ആ മൈത്രേയനെയൊക്കെ പോലുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് ഈ നാടിനെ ഏത് രീതിയിൽ നശിപ്പിക്കാമോ അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളൊരു കോക്കസ് ഉണ്ടാക്കണം. നിങ്ങളുടെ കോക്കസിന് ഈ നാടിനെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിക്കാൻ പറ്റുമോ നിങ്ങളുടെ കോക്കസിലൂടെ അങ്ങനെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കാണും. കാരണം ഇപ്പോൾ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആഹാരമുണ്ട്, പന്നികൾക്കും ആഹാരമുണ്ട്. പന്നികളുടെ ആഹാരം മലമാണ്. അപ്പം മലം നമുക്ക് മോശമാണെന്ന് കരുതി പന്നികൾക്കത് സ്വീകാര്യമാണല്ലോ. അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ കേൾക്കാനും നിങ്ങളെ സ്വീകരിക്കാനും ഇവിടെ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടിയായിട്ട് തുടരാം. പക്ഷേ മാധ്യമപ്രവർത്തകരെ അപമാനമായി താങ്കൾ ഇങ്ങനെ തുടരരുത്. ഒന്നല്ല, നിരവധി തവണ ഈ കേരള നാടിനെയും നാട്ടുകാരെയും വിഡ്ഢിയാക്കിയ ഒരു മാധ്യമപ്രവർത്തനമാണ് താങ്കൾ. താങ്കളുടെ വാചാലതയും താങ്കളുടെ അവതരണവും പരിപാടിയൊക്കെ വെച്ച് ചാനലിന് റേറ്റിംഗ് കിട്ടും. പക്ഷേ സമൂഹത്തിനത് നല്ലതല്ല എന്നുള്ള തിരിച്ചറിവ് കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്തയില്ലായ്മ കാണിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.